ഈ രാജ്യത്ത് ഭാരതം എന്ന് പറയുന്ന ഇന്ത്യ എന്ന് നമ്മൾ വിളിക്കുന്ന നമ്മുടെ ഈ രാജ്യത്ത് നമ്മുടെ രാജ്യത്തിൻ്റെ ദേശീയ ഗാനം പോലും പാടാൻ, ദേശീയ ഗീതം പോലും പാടാനുള്ള സ്വാതന്ത്ര്യം ഈ രാജ്യത്തെ ഒരു പൗരനുമില്ല എന്ന് പറയാൻ ആരാണ് കോൺഗ്രസ്? ഞാൻ ആരാണെന്ന് ഈ നാട്ടിലെ പട്ടിക്കും പൂച്ചയ്ക്കും വരെ അറിയാം. അങ്ങനെ പറഞ്ഞില്ല. അത് പറയാൻ അവരാരാ? അവരാണോ തീരുമാനിക്കുന്നത് ഇത്ര വലിയ പാടാൻ പാടുള്ളൂ എന്ന് തീരുമാനിക്കുന്നത് കോൺഗ്രസ് ആണോ? അതല്ല ഉദ്ദേശം. ആ ബംഗാൾ വിഭജനത്തിനെതിരായി ജാതി മത വ്യത്യാസമില്ലാതെ ഈ നാട്ടിലെ മുഴുവൻ ആളുകളും ഒരുമിച്ച് നിന്ന് ഗംഗാ നദിയുടെ തീരത്ത് നിന്ന് സ്നാനം ചെയ്ത് കയറി അവർ ഈ വന്ദേമാതര ഗീതം ആലപിച്ചുകൊണ്ടാണ് അതിനെതിരായിട്ടുള്ള പോരാട്ടം നയിക്കുന്നത്. ആ പോരാട്ടം നയിച്ച ഒരാളും ഈ വന്ദേമാതരത്തെ തള്ളിപ്പറഞ്ഞിട്ടില്ല. അന്ന് ഹിന്ദുവും ക്രിസ്ത്യാനിയും മുസൽമാനും ഒക്കെ ഒരുമിച്ച് നിന്ന് ഒരു കൈയോട് കൈ ചേർത്ത് പിടിച്ചാണ് ഈ ഗീതം പാടിക്കൊണ്ട് മുന്നോട്ട് പോയത്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ തീച്ചൂളയിലേക്ക് എടുത്തെറിയപ്പെട്ട ഭഗത് സിംഗ് അടക്കമുള്ള നിരവധിയായ സ്വാതന്ത്ര്യ സമര സേനാനികൾ അവരെല്ലാം ഈ നാട്ടിൽ വിളിച്ചത് വന്ദേ മാതരവും ഭാരത് മാതാ കി ജയുമായിരുന്നു. അന്നൊന്നുമില്ലാത്ത എന്ത് ഐത്തമാണ് ഇന്ന് ഈ ഭാരതത്തിനകത്ത് 80 വർഷത്തിനപ്പുറത്ത് ഈ ഭാരതത്തിനകത്ത് നമുക്ക് ഉണ്ടായിട്ടുള്ളത്? ജിൻഡോയോ വി ഡി സതീശനോ എടുത്തൊരു നിലപാടല്ല. അന്നും ഈ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. എന്നിട്ട് ആരാണ് തീരുമാനിച്ചത് വന്ദേ മാതരം പൂർണ്ണമായും ആലപിക്കേണ്ടതില്ല എന്ന്? ശ്രേയസ് നന്ദു ആരാണ് തീരുമാനിച്ചത്? 1930 എന്നാണ് ഞാൻ ഓർക്കുന്നത്. 1937 ആ ചരിത്രമാണ് നമ്മൾ പഠിപ്പിക്കാതെ പോകുന്നത്. 1930 ഇതുമായി ബന്ധപ്പെട്ട് ഈ വന്ദേ മാതരത്തിൽ 2 സ്റ്റാൻസ മാത്രം ഉൾപ്പെടുത്തിയാൽ മതി എന്നുള്ളൊരു ചർച്ച വരുമ്പോൾ അവിടെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ പ്രതിനിധിയാണ് ഈ വിഷയത്തെ എതിർക്കുന്നത് ആദ്യമായി. 1905 ബംഗാൾ വിഭജന കാലത്ത് മതത്തിന്റെ അടിസ്ഥാനത്തിൽ ബംഗാൾ വിഭജന കാലത്തൊന്നും ഇല്ലാതിരുന്ന ഒരു മതവെറിയുടെ ഭ്രാന്ത് ഈ വരികളിൽ ഉണ്ട് എന്ന് 1930 ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ പ്രതിനിധി പറയുമ്പോൾ 1937 ജവഹർലാൽ നെഹ്റു അടക്കമുള്ള ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതാക്കന്മാർ അവർ പറയുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണോ മുഴുവൻ ആലപിക്കേണ്ടെന്ന് തീരുമാനം? തീരുമാനമെടുത്തത് രവീന്ദ്രനാഥ് ടാഗോറിനെ കഴിഞ്ഞ വർഷം ഓരോ അദ്ദേഹത്തിന്റെ അനുസ്മരിപ്പിക്കലും നരേന്ദ്രമോദി എങ്ങനെയാണ് വിശേഷിപ്പിക്കാറുള്ളത് ടാഗോറിനെ? അല്ല, ഞാൻ നരേന്ദ്രമോദിനെ ടാഗോറിനെ ഞാൻ മോശമായിട്ട് ഇകഴ്ത്തി കാണിച്ചില്ല. ടാഗോർ എടുത്തൊരു തീരുമാനം മുസ്ലിം ലീഗിലെ നിങ്ങളുടെ പ്രശ്നം എന്താ അറിയാമോ? നിങ്ങൾ ഒരൊറ്റ കണ്ടന്റിനെ കാണിച്ചിട്ട് ബാക്കിയെല്ലാം നിങ്ങളുടെ ഇഷ്ടപ്പെട്ട നറേറ്റീവിലേക്ക് കൊണ്ടുപോകാനാണ് ശ്രമിക്കുന്നത്. ഞാൻ അങ്ങനെയല്ല. ഞാൻ പറഞ്ഞു രവീന്ദ്രനാഥ് ടാഗോറിന്റെ പേര് ഞാനല്ലേ അങ്ങോട്ട് പറഞ്ഞത്. എനിക്ക് പറയാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഞാൻ പറയില്ലായിരുന്നല്ലോ. അപ്പോൾ രവീന്ദ്രനാഥ് ടാഗോർ എന്ന് മാത്രം ഒറ്റ പേരിലേക്ക് നിങ്ങൾ നിർത്തണ്ട. അവിടെ ഒരു കൂട്ടം ആളുകൾ, അതിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ഉണ്ടായിരുന്നത് ആരൊക്കെയാണ്? അവരാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതാക്കന്മാരാണ്. അവരുടെ ഒരു വേദിയിലാണ് 1937 ഈ തീരുമാനമെടുക്കുന്നത്. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന് വഴങ്ങിക്കൊണ്ട് എടുത്ത തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് 2 സ്റ്റാൻസ് മാത്രം പാടിയാൽ മതി എന്ന് തീരുമാനിക്കുന്നത്. പിന്നെ ചൂടാണ്ട് ഇല്ല. അതിനുശേഷം ഇങ്ങോട്ട് 1950 ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ഈ ഗീതത്തെ നമ്മുടെ നാഷണൽ ഗീതമായി നാഷണൽ സോങ് ആയി പ്രഖ്യാപിക്കുമ്പോഴും ഈ 2 സ്റ്റാൻസ് മാത്രം മതി എന്ന് തീരുമാനിക്കുന്നതിന്റെ പിന്നിൽ ജവഹർലാൽ നെഹ്റു എന്ന് പറയുന്ന നമ്മുടെ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റുവിന്റെ പങ്ക് വിസ്മരിക്കാൻ സാധിക്കുമോ? ഇത് വടി കൊടുത്ത് അടി വാങ്ങുന്ന പരിപാടിയാണല്ലോ ബാബു. അപ്പൊ അതിനെല്ലാം മൂടി വെച്ചിട്ട് അതിനെല്ലാം കുഴിച്ചിട്ടിട്ട് നിങ്ങൾ അതിന്റെ മുകളിലേക്ക് നിങ്ങൾ ഉദ്ദേശിക്കുന്ന നറേറ്റീവ് അത് കൊണ്ടുവരണം. ഇനി ഞാൻ ചോദിക്കട്ടെ, അദ്ദേഹം രവീന്ദ്രനാഥ് ടാഗോറിനോട് ചോദിക്കുന്നു, ടാഗോർ പറയുന്നു ഇത് മുസ്ലിം വിഭാഗത്തെ അല്ലെങ്കിൽ വിഗ്രഹാരാധന. നീ ഒന്നും പണയണ്ട. 1905 ബംഗാൾ വിഭജന കാലത്തില്ലാതിരുന്ന എന്ത് ഹിന്ദു മുസ്ലിം കോൺഫ്ലിക്റ്റ് ആണ് 1930കളിൽ ഉണ്ടായത്? 1905 കഴിഞ്ഞിട്ടല്ലേ 35? അന്ന് ഇതുപോലെയുള്ള താങ്കളുടെ ദേശീയ നേതാക്കൾ ആദരിക്കുന്ന നേതാക്കൾ എടുത്ത നിലപാട് അല്ലെങ്കിൽ നെഹ്റു ഒറ്റയ്ക്കെടുത്ത നിലപാടാണോ? അല്ലല്ലോ. ഞാൻ നെഹ്റു ഒറ്റയ്ക്കെടുത്ത നിലപാടാണ്. ഞാൻ ആര്യോട് അങ്ങോട്ട് ചോദിക്കട്ടെ, അപ്പൊ 1945 എന്തിനാണ് നമ്മുടെ രാജ്യത്തെ 2ആയി വിഭജിച്ചത്? ദൈവമേ, മൂർഖനെയാണല്ലോ ചവിട്ടിയത്. എന്തായിരുന്നു വികാരം? അപ്പോൾ അങ്ങനെ ഒരു കോൺഫ്ലിക്റ്റ് 1930 ഉണ്ടായിട്ടുള്ള ചില ആളുകൾ ഉണ്ടെങ്കിൽ അവർക്ക് സ്വാഭാവികമായി 2ആയി വിഭജിച്ച സമയത്ത് അവർക്ക് അവരുടെ നിലപാടെടുക്കാമായിരുന്നല്ലോ. അവരെന്ത് പറഞ്ഞിട്ടാണ് ഈ രാജ്യത്തെ 2ആയി മുറിച്ചത്? അധികാരത്തിന്റെ പേരിലാണെങ്കിൽ പോലും പിന്നീട് മതം പറഞ്ഞല്ലേ ഇതിന് 2ആയി മുറിച്ചത്. എന്തോ ഞാൻ എന്താ പറഞ്ഞു? ഇന്നും ചില ആളുകൾ ആഗ്രഹിക്കുന്ന എന്തായാലും BJP അല്ല, എന്തായാലും BJP അല്ല, RSS അല്ല, എന്തായാലും BJP അല്ല. ഞാൻ കോൺഗ്രസിന്റെ എല്ലാ സെഷനുകളും വന്ദേ മാതരം ആലപിച്ചുകൊണ്ടാണ് കോൺഗ്രസിന്റെ എല്ലാ സെഷനുകളും ആരംഭിക്കുന്നത്. കേരളത്തിൽ മാത്രമല്ല എല്ലായിടത്തും.
ഭയങ്കരം തന്നെ. നമ്മുടെ രാജ്യത്ത് 14% വരുന്ന മുസ്ലിങ്ങളുണ്ട്, അതോടൊപ്പം തന്നെ ക്രിസ്ത്യൻ സമൂഹങ്ങളുണ്ട്. അവർക്ക് ഓക്കെ അല്ല, അവർക്ക് ശരി, ഓക്കെ അല്ല, അവർക്ക് വിഗ്രഹാരാധന ഓക്കെ അല്ല, ശരി, അവർ ശരി, ഏകദൈവത്തിൽ ശരി, വിശ്വസിക്കുന്ന ശരി. അവരെ പരിഗണിക്കണ്ടേ? അവരെ ആര്യ, പരിഗണിക്കണ്ടേ നിങ്ങളുടെ സർക്കാർ? അവരുടെ എന്തുകൊണ്ടാണ് അവരെ കാണാതെ പോകുന്നത്? നാളെ അവരോട് നിങ്ങൾ നിർബന്ധമായി ഇത് പാടണമെന്ന് പറഞ്ഞാൽ എന്ത് അവർ ചെയ്യണം? ഒരൊലക്ക കിട്ടുമോ? ഒലിക്കയോ? RSSന്റെ അജണ്ടയാണ് വന്ദേ മാതരം പൂർണ്ണമായി പാടണം എന്ന് പറയുന്നത്. RSSന്റെ അജണ്ടയാണ്. RSS നോക്കൂ, രൂപീകൃതമാകുന്നതിന് മുൻപ്, മുസ്ലിം, RSS എന്ന് പറയുന്ന മതസംഘ- ആശയം വരുന്നതിന് മുൻപ് ഉള്ള ഒരു ഗീതമാണ് വന്ദേ മാതരം എന്നുള്ളതാണ്. 1870 എന്തായാലും RSS ഇല്ല. ഒന്ന്. രണ്ടാമത്തെ കാര്യം, നിങ്ങൾ പറയുകയാണ് ഇവിടെ വന്ദേ മാതരം പൂർണ്ണമായി പാടുന്നത് എന്തോ അക്ഷന്തവ്യമായ തെറ്റാണ്. അപ്പോൾ ഞാൻ നിങ്ങളോട് ചോദിച്ചു, 1905 ഇല്ലാതിരുന്ന എന്ത് കമ്മ്യൂണൽ ഇഷ്യൂ ആണ് ഇന്നുള്ളത്? സമ്പൂർണ്ണ ചാറ്റരുത ബന്ദർക്ക ബച്ചേ. എന്ത് കമ്മ്യൂണൽ ഇഷ്യൂ ആണ് 1930 ഉണ്ടായത്? 1905 ഇല്ലാതിരുന്ന എന്ത് കമ്മ്യൂണൽ ഇഷ്യൂ ആണ് 1930? ഇനി അത് കഴിഞ്ഞ് ഇന്ത്യ രണ്ടായി വിഭജിച്ചു. ആരാ വിഭജിച്ചത്? BJP ആണോ RSS ആണോ എന്ന് നിങ്ങൾ പറയുവാണെങ്കിൽ ഞാൻ സമ്മതിക്കാം, ഞങ്ങളാണ് ഇതിനെല്ലാം കാരണക്കാരെന്ന് ഞങ്ങളേക്കാം. പക്ഷേ RSSും BJPക്കും ഒരു പങ്കുമില്ലാത്ത ആ വിഭജന കാലത്ത്, ആ വിഭജിച്ചപ്പോഴത്തേക്ക് നിങ്ങൾ പറഞ്ഞത് മതം പറഞ്ഞും നിങ്ങളുടെ അധികാരം ഉറപ്പിക്കാനും അല്ലേ വിഭജിച്ചത്? ഞാൻ ആര്യയുടെ എന്നല്ല, ഈ പൊളിറ്റിക്കൽ അധികാരം ഉറപ്പിക്കാനും പൊളിറ്റിക്കലി ഇതിനെ രണ്ടാക്കി നിർത്തിക്കൊണ്ടല്ലേ വിഭജിച്ചത്. ഈ രാജ്യത്ത് ഹിന്ദുവും ക്രിസ്ത്യാനിയും മുസൽമാനും ഉണ്ടായിരുന്നില്ലേ? ഉണ്ടായിരുന്നു. അവർ സമാധാനമായി ജീവിക്കുകയാണ്. നിങ്ങൾക്കാണ് പ്രശ്നമുണ്ടാക്കിയത്. നിങ്ങൾക്കാണ് പ്രശ്നമുണ്ടാക്കിയത്. അതുകൊണ്ടാണ് ഇവിടെ സമാധാനപരമായി എല്ലാവരും വന്ദേ മാതരം പാടുന്നുണ്ട്, വർഷങ്ങളായി പാടുന്നുണ്ട്. പക്ഷേ നിങ്ങൾ പറയുന്നത് പാടാൻ അല്ല. സ്വാതന്ത്ര്യം കിട്ടിയതിനു ശേഷം രാജ്യത്ത് വന്ദേ മാതരം പാടുന്നുണ്ട്, ഇതുവരെയും പാടുന്നുണ്ട്. പക്ഷെ നിങ്ങൾ പറയുന്ന പോലെ പാടാൻ പറ്റില്ല. ഈ സ്വീകരണത്തിന് ഞാൻ നിങ്ങളോട് എല്ലാരോടും അത്യധികം കടപ്പെട്ടിരിക്കുന്നു. എല്ലാ ഭാഗവും പാടണമെന്ന്. രാജ്യത്തെ ഹിന്ദുക്കൾ മാത്രമല്ല, തുമി ദുർഗ, അതായത് അമ്മേ, ഈ ഭാരതാംബേ നീ ദുർഗയാകുന്നു എന്ന് പാടുന്നത് തെറ്റാണ്. അല്ല, എല്ലാ ക്ഷേത്രങ്ങളിലും നിന്റെ പ്രതിമകളാണ് ഞങ്ങൾ സ്ഥാപിക്കുന്നത്. വായിച്ചേ, ഞാൻ വായിച്ചുതരാലോ. അമ്മേ, ഞങ്ങളുടെ കൈകളിലെ ശക്തി നീയാണ്, ഹൃദയത്തിലെ ഭക്തിയും നീയാണ്. എല്ലാ ക്ഷേത്രങ്ങളിലും നിന്റെ പ്രതിമകളാണ് ഞങ്ങൾ സ്ഥാപിക്കുന്നത്. നീ 10 ആയുധങ്ങൾ ധരിച്ച ദുർഗയാണ്. ഇസ്ലാം മതവിശ്വാസത്തിൽ എവിടെയാണ് ദുർഗയുള്ളത്? ഇസ്ലാം മതവിശ്വാസത്തിൽ എവിടെയാണ് ദുർഗയുള്ളത്? ഒന്നും മിണ്ടാതിരിക്കോ, എന്റെ കോൺസെൻട്രേഷൻ പോണു. ആയുധം വെച്ചിട്ടുള്ള കളിയാ, അറിയോ? ഈ നാട്ടിലെ ഹിന്ദുവിനും മുസൽമാനും ക്രിസ്ത്യാനിക്കും അല്ല ഇതിന് വിഷയം. ഈ നാട്ടിലെ സൊക്കോൾഡ് ജിഹാദികൾക്ക് ഈ നാട്ടിനെ രണ്ടാക്കി മുറിച്ച് ഈ രാജ്യത്തിന്റെ സ്വത്വബോധത്തിനോട് ചേർന്ന് നിൽക്കുന്ന വന്ദേ മാതരം. നിനക്ക് പ്രാന്തള വേടാ പന്നി. ഓടിക്കോ പ്രേമ പതിയെ പോടാ, എനിക്ക് ദേശ